പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു കാഴ്ച പങ്കുവെക്കാം. ഒരു വീട്ടിലേക്ക് പറ സ്വീകരിക്കാനായിട്ട് ഭഗവതി വരികയാണ്. കണിയാമുറി ഭഗവതിയാണ്, കണിയാമുറി അമ്മയാണ്. ഏത് സ്ഥലത്തുള്ള ദേവിയാണെന്ന് അറിയില്ല. തിരുമുടിയാണ്. ആ വീട്ടിലെത്തുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനൊരാഗ്രഹം, പറ സ്വീകരിക്കാൻ എത്തുമ്പോൾ ഭഗവതിക്ക് മുന്നിൽ മകള് 2 ചുവട് വെക്കണമെന്ന്. പക്ഷെ വീട്ടുകാർക്കാർക്കും ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന്. കാര്യം എന്ന് വെച്ചാൽ പറയ്ക്കായിട്ട് ഇറങ്ങിയതാണ്, ഒരുപാട് വീടുകളിൽ കയറണം, അപ്പം പെട്ടെന്ന് പറ സ്വീകരിച്ച് പോകുന്ന ഒരു രീതിയായിരിക്കും ഉള്ളത്. എന്തായാലും ആ ക്ഷേത്രം ഭാരവാഹികളെ ഒന്ന് എടുത്ത് പറയുക തന്നെ വേണം. ആ കുട്ടിയുടെ ഒരാഗ്രഹം, ആ മനസ്സ് ആ ക്ഷേത്രം ഭാരവാഹികൾ കണ്ടു. അവരതിനുള്ള അവസരം കൊടുത്തു. പിന്നീട് നിറഞ്ഞ മനസ്സോടെ ആ കുട്ടി, എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ പേര് ഗഗന ഗണേശൻ എന്നാണെന്ന് തോന്നുന്നു, ആ കുട്ടി അമ്മയ്ക്ക് മുന്നിൽ നൃത്തം അവതരിപ്പിച്ചു. നിങ്ങൾ ആ തിരുമുടിയിലേക്കൊന്ന് നോക്കണം. ആ ഭഗവതി തൻ്റെ ആ ഭക്തയുടെ നൃത്തം അല്ലെങ്കിൽ ആ സമർപ്പണത്തോടുള്ള ചുവടുവെപ്പ്, എന്താ പറയാ, ആസ്വദിച്ചിരുന്ന് കാണുന്ന പോലെ അത്തരത്തിലൊരു പ്രതീതിയാണ് നമ്മൾ ആ തിരുമുടിയിലേക്ക് നോക്കുമ്പോൾ. ആ ഒരു പാട്ടും ആ ഒരു ചുവടുവെപ്പും എന്തല്ലേ, ആ കുട്ടിയെ സംബന്ധിച്ചൊരു മഹാഭാഗ്യമാണ് കേട്ടോ. വീട്ടിലെത്തിയ ഭഗവതിക്ക് മുന്നിൽ, സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പ്രോഗ്രാമിനൊക്കെ ചെയ്യും, പക്ഷേ തൻ്റെ വീട്ടിൽ പറ സ്വീകരിക്കാൻ എത്തിയ ഭഗവതിയുടെ മുന്നിൽ ചുവട് വെക്കുക, 2 ചുവട് വെക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ഭാഗ്യം ആ കുട്ടിക്ക് വേറെ എന്താ കിട്ടണ്ടല്ലേ. എന്തായാലും ആ ഒരു നൃത്തം കണ്ട് ദേവി അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഈ നൃത്തം കഴിഞ്ഞ ഉടനെ തിരുമുടിയിൽ ചാർത്തിയിരുന്ന ഒരു മാലയാണ് ആ കുട്ടിക്ക് ആ തിരുമേനി എടുത്തു കൊടുത്തത്. അത് ആ ദേവി പ്രസാദിച്ചതിന് തുല്യമല്ലേ. അങ്ങനല്ലേ നമ്മളൊരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് തോന്നുന്നത്.